നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 27/3/2025 കൊല്ലവർഷം 1200 മീനമാസം 13 വ്യാഴാഴ്ചയും കൃഷ്ണപക്ഷ ത്രയോദശിയും ഉത്തരായന കാലത്തിൽ വസന്ത ഋതുവിൽ വ്യാഴാഴ്ച ചതയം നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കുകയും അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന നാമവും ജപിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുക. പ്രദോഷമായതുകൊണ്ട് കൃഷ്ണപക്ഷ ത്രയോദശി ആയതിനാൽ ശിവഭഗവാന് വളരെ പ്രാധാന്യമുള്ള ദിവസമായതിനാൽ ഓം നമ ശിവായ ജപിക്കുന്നതും വളരെ പുണ്യം തന്നെ. തീർച്ചയായും ശിവഭഗവാനെയും പാർവതീദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ശിവഭഗവാനെ മനസ്സിൽ കണ്ട് പ്രദോഷം നൊയമ്പ് നോക്കുന്നവർ ഒരിക്കലും, പ്രദോഷം നൊയമ്പാണ്, അത് നോക്കുന്നവർക്ക് രാവിലെ മുതൽ ഉപവാസമിട്ടതിന് ശേഷം വൈകുന്നേരം ഭഗവാന്റെ നടക്കിൽ പോയി നമഃശിവായ ജപിച്ച് പ്രാർത്ഥിച്ച് കരിക്ക് നേദിച്ച് കരിക്ക് സേവിച്ചതിന് ശേഷം മാത്രം അവിടുത്തെ നേദ്യം കഴിക്കുന്നതാണ് പ്രദോഷം. അത് ചെയ്താൽ വളരെ പുണ്യമുള്ള ദിവസമാണ്. ഉത്തരായനത്തിലെ വസന്ത ഋതുവിലെ കൃഷ്ണപക്ഷ ത്രയോദശിയാണ്. അത് വളരെ പ്രാധാന്യമുള്ള പ്രദോഷമാണ്. ഈ ദിവസം കഴിയുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് വ്യാഴാഴ്ചയായതുകൊണ്ട് മഞ്ഞ പുഷ്യരാഗമുള്ളവരൊക്കെ അതൊന്ന് കഴുകി ധരിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത്, മഞ്ഞ പുഷ്പങ്ങൾ വിളക്കിൻ്റെ ചുവട്ടിൽ വയ്ക്കുന്നത്, തുളസി സമർപ്പിക്കുന്നതൊക്കെ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. ഇനി ഇന്നത്തെ രാശിചക്രം ഒന്ന് നോക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കുംഭത്തിലും ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും മന്ദൻ ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ ഇടവം രാശിയിൽ, ലഗ്നം അതായത് ഉദയം വരുന്നത് മീനൻ രാശിയിൽ തന്നെ. 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം ഈ രാശിചക്രപ്രകാരം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുവാൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ ഓം നമ ശിവായ ജപിക്കുന്നതും പ്രദോഷവ്രതം എടുക്കുന്നതും വ്യാഴാഴ്ച ആയതുകൊണ്ട് ഉപവാസമൊക്കെ എടുക്കുന്നത്, ഒരിക്കൽ ഉണക്കം നടക്കുന്ന സന്താനങ്ങൾക്ക് എല്ലാ സദ്ഗതി വരുന്നതിനൊക്കെ സഹായകമായിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകൾ, പുതിയതായി വിവാഹാലോചനകൾ വരികയോ അത് തീരുമാനത്തിലാകുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും നല്ല സമയം, അതായത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. മനോവിഷമം, സാമ്പത്തിക നഷ്ടം, വഴക്ക്, ഭയം ഇവയൊക്കെ കുറഞ്ഞ അളവിൽ അനുഭവപ്പെടാവുന്നതാണ്. ഇണയുമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒത്തുവരും. ശുഭകാര്യങ്ങൾക്ക് എല്ലാം ഒരു ഉത്തമ ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ അനുഭവിക്കാൻ യോഗം വരുന്ന ദിവസമാണ്. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സുബ്രഹ്മണ്യ സ്വാമിയെയും ശിവഭഗവാനെയും മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ദിവസമാണ്. അല്പം കോപമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അല്പം ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രോഗപീഠയിൽ നിന്ന് അല്പം ആശ്വാസമൊക്കെ വരുന്ന ദിവസമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിദ്യ തടസ്സമെല്ലാം മാറി പുതിയ തന്ത്രങ്ങളും രീതികളും മനസ്സിലാക്കുന്നതിനുള്ള
ചെയ്യാനുള്ള ഒരവസരം വന്നു ചേരും. വസ്ത്രവും അതുപോലെ തന്നെ ആഭരണമൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നു. വ്യാപാരത്തിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അല്പസ്വല്പം ആനുകൂല്യം വന്നു ചേരുന്ന സമയമാണ്. കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സന്തോഷം നൽകുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അപ്രതീക്ഷിത സമയത്ത് എന്തെങ്കിലും ഒരു കഷ്ടത അല്ലെങ്കിൽ ഒരു അപഖ്യാതി അല്ലെങ്കിൽ വിഷമം വരുന്ന എന്തെങ്കിലും, മനസ്സിന് വിഷമം വരുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട്. തീർച്ചയായും ദിവസം പൂർണ്ണ അനുഗ്രഹം വരുന്നതിന് രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തെ തന്നെ അഭയം പ്രാപിക്കാവുന്ന നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നാമം ജപിക്കാം. ഓം നമഃ ശിവായ. പ്രദോഷമായതുകൊണ്ട് ഓം നമഃ ശിവായ ജപിക്കുക ചെയ്യുമ്പോൾ എല്ലാവിധ കാഠിന്യങ്ങളും മാറി സമയം തെളിഞ്ഞ് വരുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അവരിൽ നിന്നും നമ്മൾക്കും ഒരു സന്തോഷമോ സമാധാനമോ ഒക്കെ ലഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരും. സാമ്പത്തിക ഉയർച്ചയുണ്ടാവും. ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യവും വന്നേക്കാം. എല്ലാ മാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ പ്രാവശ്യവും വരും. പക്ഷേ ഈ ദിവസം അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കഴിയുമെങ്കിൽ ശിവഭഗവാൻ ഒരു കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിനൊരു തുളസിമാല സമർപ്പിക്കുന്നതും എല്ലാവിധ കഷ്ടങ്ങളും മാറും. ശിവപഞ്ചാക്ഷരി, അതായത് ഓം നമഃശിവായ എന്നോ നമഃശിവായ എന്ന മന്ത്രം മാത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ അർത്ഥപൂർണമായിരിക്കും. അർത്ഥമറിഞ്ഞ് നമഃശിവായ ജപിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമഃശിവായ. അപ്പം ആ നായുടെ അർത്ഥം മനസ്സിലായി. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃശിവായ. മായയുടെ അർത്ഥവും മനസ്സിലായി. ശിവായ ഗൗരി വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാദ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃശിവായ. വസിഷ്ഠകുംഭോത്ഭവ ഗൗതമാദി മുനീന്ദ്രദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്യ നരലോചനായ തസ്മൈ വകാരായ നമഃശിവായ. ഓം നമഃശിവായ. ശിവേ നമഃ. യജ്ഞസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ ശികാരായ നമഃശിവായ. ഓം നമഃശിവായ. ശിവേ നമഃ. പഞ്ചാക്ഷരമിദം പുണ്യം യ പഠേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹമോദതാ. ഓം നമഃശിവായ. ശിവേ നമഃ. ഇങ്ങനെ ശിവപഞ്ചാക്ഷരിയുടെ അർത്ഥമറിഞ്ഞ് ശിവനാമം 108 പ്രാവശ്യം നമഃശിവായ ജപിക്കുമ്പോൾ ആ ദിവസം എല്ലാവിധ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാ കഷ്ടതകൾ കണ്ടകശനിയൊക്കെ തീരാനായി ദിവസം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ, കാരണം 27 ഇനി 28ഉം 29ആം തീയതി കണ്ടകശനി മാറും. അപ്പോൾ കുറച്ച് ആശ്വാസം വരും. അതുവരെ ആ തീരാനാകുന്ന ദിവസം പരീക്ഷണങ്ങൾ കൂടുന്നതുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരന് ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുക, വിഷ്ണുമായ സ്വാമിയെ ഛാതൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുക, ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും.
ഇടവൻ രാശിക്കാർക്കാണ് കണ്ടകശനി. മിഥുനം രാശിക്കാർക്ക് കണ്ടകശനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം 2 ദിവസം കൂടി കഴിയുമ്പോൾ കണ്ടകശനി വരാൻ പോവുകയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ രാശിയാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ രാശിയാണ്. അപ്പം മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയില്ല. അവരുടെ ശനി 9ാം ഭാവത്തിൽ അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുമ്പോഴും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിക്കൊക്കെ വഴിപാട് കഴിക്കുന്നത്, 390 ചത്തൻ സ്വാമിമാരെയും കുടികൊള്ളുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചാത്തൻ്റെ ഭണ്ഡാരത്തിൽ നാണയം സമർപ്പിച്ച് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ അനുഗ്രഹം തരുന്നതാണ്. തീർച്ചയായിട്ടും മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. 29/3/2025 മുതൽ ഇവർക്ക് കർമ്മരംഗത്ത് കണ്ടകശനി വരാൻ പോവുകയാണ്. 10ലേക്ക് ശനി വരുമ്പോൾ ആ ശനിയുടെ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കാതെ തരമില്ല. അപ്പോൾ ആ കഷ്ടതകളെല്ലാം മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ശനീശ്വരൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും 27ാം തീയതി ആയതുകൊണ്ട് ഇപ്പോൾ ശനിദോഷമൊന്നുമില്ല. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധത്തിലും ഐശ്വര്യം നൽകുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുന്നതാണ്. സത്സന്താന യോഗത്തോടൊപ്പം തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കനുസരിച്ച് കുടുംബത്തിൽ ശ്രേയസ് വന്നു ചേരും. കുട്ടികളെ കൊണ്ട് വിഷമിക്കുന്ന രക്ഷിതാക്കൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കുട്ടികൾ ചെയ്ത് പേരും പ്രശസ്തിയും നേടിയെടുക്കും എന്നുള്ളതാണ്. ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ അളവിലുള്ള ഒരു സഹായം, ഒന്നുമില്ലെങ്കിൽ ഒരു പഴി പറച്ചിലെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടുമെന്നുള്ളത് ഒരു ആശ്വാസം തരുന്ന സമയമാണ്. കുടുംബത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ഇണയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം, അയൽക്കാരുമൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഏത് തരത്തിലുള്ള കലഹവും ഒഴിവാക്കി സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ വളരെ ശ്രമപ്പെടുന്നതായി കാണാം. ശ്രമം വിജയിക്കുക തന്നെ ചെയ്യും. ദേവീ മഹാത്മ്യത്തിലെ നാരായണി സ്തുതി ജപിക്കുമ്പോൾ, ശിവഭഗവാന്റെ പ്രദോഷ നൊയമ്പെടുക്കുമ്പോൾ, അതുപോലെ ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു 11 പ്രാവശ്യം ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തടസ്സം വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഊർജവും സാമൂഹിക സാമ്പത്തികമായ ഗുണങ്ങളും വന്നു ചേരും. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട സാഹചര്യം വന്നു ചേരും. എന്നിരുന്നാലും വഷളാകാതിരിക്കുവാൻ ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും, അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്, അതുപോലെ ദ്രവ്യലാഭം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുവഴി ഒരു മനസ്സിന് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഷെയർ മാർക്കറ്റിൽ നിന്നായാലും ലോട്ടറിയിൽ നിന്നുമൊക്കെയായി ചെറിയ രീതിയിൽ ധനസമ്പാദനത്തിനുള്ള യോഗം കാണുന്നു. മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുവാനുള്ള സാഹചര്യം വന്നുവരുന്നു. ഉദ്യോഗ കയറ്റത്തിനുള്ള സാധ്യതയും കാണാം. സാമ്പത്തികമായുള്ള ഉയർച്ചയും കീർത്തിയും ബഹുമാനവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഇതിനായി രാശിനാഥയായ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവും ചെലവും അത്ര അങ്ങോട്ട് പൊരുത്തപ്പെടാതെ, കുറച്ച് വരവിനേക്കാൾ ചിലവ് വരുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ അനുഭവിക്കും. 2 ദിവസം കൂടി മാത്രം കണ്ടകശനി നിൽക്കുന്ന സമയമാണ്. ഇണയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർഗസ്ഥാനം അടഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു തിരുനാളം തെളിഞ്ഞു വരുന്നതായും ആ ദീപം നമ്മളെ രക്ഷിക്കുന്നതായും വിശ്വസിക്കണം. അത് ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരാർജവം നമുക്കുണ്ടാവണം. ഗൂഢപ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ നിഗൂഢ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ വശത്താക്കിയിരുന്നവരുടെ ആ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കി സ്വയം
ഒരു തിരിച്ചറിവ് വന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക. നാമജപത്തിലൂടെ, മന്ത്രജപത്തിലൂടെ, ഉപാസനയിലൂടെ, യോഗയിലൂടെ ആത്മധൈര്യം വളർത്തിയെടുക്കുക. മറ്റുള്ളവർക്ക് വഴിപ്പെടാതിരിക്കുക. സ്വന്തം കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബ സന്തോഷത്തിനായി ജീവിക്കുക. മറ്റുള്ളവരെ സേവിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കുടുംബത്തെയും അവനവനെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. മനോദുഃഖമൊക്കെ മാറി എല്ലാവിധത്തിലുള്ള സൗഭാഗ്യവും അനുഭവിക്കുന്നതിനായി ഐശ്വര്യം ധാരാളമായി വന്നു ചേരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ശിവഭഗവാനെ പ്രാർത്ഥിച്ച്, രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കുമായി അപേക്ഷിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ശിവഭഗവാനെ മനസ്സറിഞ്ഞ് നമഃശിവായ 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 ജപിച്ച് പ്രാർത്ഥിക്കൂ. ഓരോ നമഃശിവായ ജപിക്കുമ്പോഴും നമ്മൾക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരുന്ന ദോഷങ്ങൾ ഒന്നൊന്നായി കുറയുന്നതായി നമുക്ക് തന്നെ അനുഭവപ്പെടും. അപ്പം നമഃശിവായ ജപിക്കുവാൻ മറക്കാതിരിക്കുക. സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കൂടി വന്നു ചേരട്ടെ. ഇനി നമുക്ക് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ബുദ്ധിമുട്ട് അല്പം അനുഭവപ്പെടും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. യാത്രകൾ ധാരാളമായി ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരും. വാഹനങ്ങൾക്ക് റിപ്പയറുകൾ വരാനുള്ള സാധ്യതയും കാണുന്നു. വാഹനങ്ങൾക്ക് റിപ്പയർ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തട്ട് മുട്ട് അപകട സാധ്യതയൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ഉണർന്നിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ, ഉന്നതി, അംഗീകാരം, പ്രോത്സാഹനമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ മാനഭംഗ കേസുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുവാനുള്ള അവസരമുണ്ട്. അതൊക്കെ തന്ത്രപൂർവ്വം മാറ്റിയെടുക്കുവാൻ ശ്രമിക്കണം. എല്ലാ കാര്യത്തിലും വിജയം വരുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മളിൽ പതിയുകയും ദൃഷ്ടിദോഷം വരാതിരിക്കുന്നതിനായി പ്രാർത്ഥിക്കുക. കഴിയുന്നതും വസ്ത്രരംഗത്ത് അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ വന്നു ചേരാനും വസ്ത്രം വാങ്ങാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുക. നമഃശിവായ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ആത്മീയ യാത്രകളിൽ പങ്കെടുക്കുക. ആത്മീയ യാത്രകൾക്കൊക്കെ മുൻകൈ എടുക്കുമ്പോൾ, നേതൃസ്ഥാനം വഹിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുഭയം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. ബന്ധുസഹായവും ഉണ്ടാവാം. ഏതു തരത്തിലുള്ള ബന്ധുവായാലും അകന്ന ബന്ധുക്കളിൽ നിന്ന് പോലും ചില ആശ്വാസപരമായ വാക്കോ സഹായമോ പ്രതീക്ഷിക്കാം. യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗത്തിലേക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം, ഉദ്യോഗരംഗത്ത് നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലും അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ കുടുംബ സ്വസ്ഥതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. കുടുംബത്തിൽ ഒരു സമാധാനമായ അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ ഏറെ കഠിന പ്രയത്നം ചെയ്യും. അല്പം വിജയിക്കുകയും ചെയ്യും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടെ, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ, ശിവപാർവതിയുടെ അനുഗ്രഹത്തോടെ, ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ എല്ലാം മംഗളമായി തീരുന്നതാണ്. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അസ്വാസ്ഥ്യങ്ങൾ വരുമ്പോൾ മനസ്സറിഞ്ഞ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവങ്ങൾ ജലധാര കഴിക്കുക. കൂളമാല സമർപ്പിക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ കോടിയർച്ചന നടക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ദർശനം നടത്തുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ബ്രാഹ്മണർക്ക് എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
വ്യാപാരികൾക്ക് ഏത് തരത്തിലുള്ള വ്യാപാരം ചെയ്യുന്നവർക്ക്, മത്സ്യവ്യാപാരമാകട്ടെ, കൃഷിയിലാവട്ടെ, അല്ലെങ്കിൽ വസ്ത്രവ്യാപാരമാകട്ടെ, സ്വർണ്ണ വ്യാപാരം, രത്ന വ്യാപാരം, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, IT മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക മേഖലകളിൽ, ഈ മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരവും പ്രോത്സാഹനം ലഭിക്കുന്ന സമയമാണ്. വ്യാപാര രംഗത്ത് ചെറിയ പുതിയ തന്ത്രങ്ങൾ, ചെറുതും പുതിയതുമായ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം വന്നു ചേരും. അതുവഴി അല്പം ധനവും വന്നു ചേരാനുള്ള യോഗം കാണുന്നു. ദമ്പതികൾക്ക് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിഹിത ചിന്തകളൊന്നും വരാതിരിക്കുവാൻ, ആരുടെയെങ്കിലുമൊക്കെ വശീകരണത്തിൽ പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്ത്രപൂർവ്വം അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കണം. ശത്രുഭാവത്തിലിരിക്കുന്നവരൊക്കെ മിത്രങ്ങളായി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുന്നു. ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കാനായി ശ്രമിക്കും. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അനുകൂല സമയം വരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനായി ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തുളസിമാലയും ശിവങ്കൽ നെയ്വിളക്കും ജലധാരയും, അതായത് പിൻവിളക്കും ജലധാരയും ഒക്കെ കഴിക്കുന്നത് എല്ലാവിധ ദോഷങ്ങളും മാറി സൗഭാഗ്യം നിലനിർത്തുന്നതിന് സഹായകമാവും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വജന വിരഹത്താൽ അല്പം ദുഃഖം അനുഭവിക്കേണ്ടി വരും. വളരെ പ്രിയപ്പെട്ടവരുടെ വിരഹം താങ്ങാനാവാതെ വിതുമ്പേണ്ട സാഹചര്യം വന്നു ചേരും. പ്രവർത്തന മണ്ഡലത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റാതെ പരാജയ ഭീതി ഉണ്ടാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ശത്രുഭയം വല്ലാതെ ഉണ്ടാകുന്ന സമയമാണ്. ആകുലതയും ആരോഗ്യക്കുറവും ഒക്കെ ഉണ്ടാവും. നാൽക്കാലികളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അല്പം ധനലാഭം വന്നു ചേരുന്നതാണ്. മൂത്രാശയമായ സംബന്ധ രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്കും അനുകൂല സാഹചര്യം, പാനീയങ്ങൾ കുടിക്കുന്നതോടുകൂടി മാറുന്നതാണ്. അതുപോലെ തന്നെ പിതൃബന്ധുക്കളുമായി അനുകൂലമായ ഒരു ചർച്ചയൊക്കെ ഉണ്ടായി കുടുംബത്തിലെ സന്തോഷം നിലനിർത്തി കൊണ്ടുപോകുവാൻ ശ്രമിക്കും. വിരഹവേദനയൊക്കെ ഒഴിവാക്കുന്നതിനായി ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കുന്നത്, പ്രാർത്ഥനകൾ ചെയ്യുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. കഴിയുമെങ്കിൽ നൊയമ്പെടുക്കുന്നത് നല്ലതാണ്. അതായത് പ്രദോഷ നൊയമ്പെടുക്കാം, അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്രതമെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. അന്നദാനം നടത്തുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായി അന്നദാനം നടത്താൻ കഴിയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സേവ ചെയ്യുന്നത് നന്നായിരിക്കും. 1 കിലോ അരിയെങ്കിലും ദാനം ചെയ്യുക, അല്ലെങ്കിൽ 1 പൊതി ചോറ് ആർക്കെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുമ്പോൾ സന്തോഷവും സമാധാനവും അനുഭവയോഗ്യമാവും. വന്നു ചേർന്ന എല്ലാ കഷ്ടതകളും മാറി രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യം വന്നു ചേരും. അതായത് വ്യാപാരികൾക്ക് ബിസിനസ്സിൽ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ഒരു സമയം വന്നു ചേരും. ജീവിതം സന്തോഷകരമായി തീരും. ഇച്ഛാശക്തി വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നും എന്തെങ്കിലും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ സദാ ഉൾഭയമുണ്ടായിരുന്നത് അല്പം മാറിക്കിട്ടും. സാമ്പത്തിക ഉയർച്ച വരും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആർജവം വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധിയും ദ്രവ്യ ലാഭവും ഒക്കെ വന്നു ചേരും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് മൂലം അല്പം മനപ്രയാസമൊക്കെ നേരിടേണ്ടി വന്നാലും അവസാന വിജയം അവനവന് തന്നെ ആയിരിക്കും. രോഗാവസ്ഥയിൽ നിന്നും അല്പം മോചനം ലഭിക്കും. സർക്കാർ കാര്യങ്ങളിൽ തടസ്സം വരുമെങ്കിലും അവസാന വിജയം അവനവന് തന്നെ ആയിരിക്കും. സാമ്പത്തിക നേട്ടം, സ്വർണ്ണ വ്യാപാരികൾക്കും വസ്ത്ര വ്യാപാരികൾക്കും ഒക്കെ അനുകൂലമായ സാഹചര്യം. കൃഷിയിൽ നിന്നും ചെറിയ രീതിയിലുള്ള ലാഭം, ലോട്ടറി പോലെയുള്ള ചെറിയ ഇതിൽ നിന്നും അല്പം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പൊതുവെ വരവും ചിലവും ടാലിയാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. ശനീശ്വര ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ കാര്യങ്ങൾക്കും മംഗളമായി ഭവിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാർക്ക്
അല്പം ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. ചെറുകിട കച്ചവടമാണെങ്കിലും വൻകിട കച്ചവടമാണെങ്കിലും മത്സ്യ കച്ചവടം, പച്ചക്കറി കച്ചവടമൊക്കെ കുറച്ച് നഷ്ടം വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. എന്നാൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുവാനുള്ള സാധ്യതയും വരുന്നു. സർക്കാർ ജോലിക്കാർക്ക് അവരുടെ കഴിവിനെ മാനിക്കുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു അംഗീകാരമോ ഒരു സർട്ടിഫിക്കറ്റോ ലഭിക്കാനുള്ള യോഗം കാണുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി മനസ്സമാധാനത്തോടെ കർമ്മനിരതരാകുന്നതിനുള്ള യോഗം കാണുന്നു. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ എന്തെങ്കിലും അസ്വാസ്ഥ്യം വരികയും അത് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ടുപോകുന്നതിനും സാധിക്കും. പിതൃ സഹോദരന്മാർ നിമിത്തം അല്പം സാമ്പത്തിക നഷ്ടം വരുമെങ്കിലും അവർ തന്നെ അത് നികത്തുവാനുള്ള വഴിയും കണ്ടെത്തുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ നിയന്ത്രിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അപവാദ ഭയം, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബത്തിലെ എല്ലാവിധ സൗഭാഗ്യം അനുഭവിക്കുന്നതിന്, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന്, ജീവിതം ആസ്വാദ്യകരമായി തീർക്കുന്നതിന് മഹാദേവനെ കൂടി ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുകയും പ്രദോഷ നൊയമ്പെടുക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഓം നമോ ഭഗവതേ വാസുദേവായ 11 പ്രാവശ്യമെങ്കിലും ജപിക്കുകയും ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ നേതൃസ്ഥാനത്ത് വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ധനനഷ്ടവും സ്ഥാനനഷ്ടവും ഒക്കെ വരുന്നതിന് കാരണമാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ പ്രയോഗിക്കുക. ശത്രുക്കളിൽ നിന്ന് രക്ഷയും പൊതുപ്രവർത്തകർക്ക് പ്രവർത്തന മേഖലയിൽ നേട്ടവും വരുന്നതിനായി ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നന്നായിരിക്കും. സർക്കാർ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നതാണ്. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിർത്തി രമ്യതയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അവരുടെ ഒരു കവചം എപ്പോഴും ആവശ്യമാണ്. ഇണയും തുണയുമായി നിൽക്കേണ്ടവർ പരസ്പരം കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും സന്തോഷം വരുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ദിവസമാണ്. മാതൃബന്ധുക്കളുമായിട്ട് അല്പം കലഹം വരാമെങ്കിലും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്ന ദിവസമാണ്. കലാകാരന്മാർക്ക് അവരുടെ അവസരം പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള സാധ്യതകൾ വരും. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് വേണ്ടി ഒരു പിടി ചോറ് സമർപ്പിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പിടി അരി സമർപ്പിക്കുന്നത്. പ്രദോഷ നാളായതുകൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഒരു പതി ചോറെങ്കിലും ഭക്ഷണമെങ്കിലും അന്നദാനമായി ചെയ്യുന്നതൊക്കെ വളരെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. സാധുക്കൾക്ക് വസ്ത്രം ദാനം ചെയ്യുന്നതും ഭക്ഷണം ദാനം ചെയ്യുന്നതുമൊക്കെ നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ കുറയ്ക്കുന്നതിന് സഹായകമാകും. കഴിയുന്നതും നമഃശിവായ ജപിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുകയും ശിവങ്കൽ കൂവളമാലയും ജലധാരയും കഴിക്കുക. അത് ജന്മശനിയും നാഗങ്ങൾ ശിരസിലൊക്കെ നിൽക്കുന്നുണ്ട്, ഉഷ്ണമൊക്കെ ഇന്നലെ ശിവങ്കൽ ജലധാര കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം നമുക്കും വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും 27 നക്ഷത്രക്കാർക്കും അനുഭവിക്കുവാൻ ഈ വ്യാഴാഴ്ച ഏറ്റവും ഉത്തമമായൊരു ദിവസമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കട്ടെ. ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ, സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.